നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ മോൾക്ക് അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ? ആ ഉണ്ട്, മഴ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ വായിൽ വെച്ചടിക്കുന്ന സ്പ്രേ ഇല്ലേ, അത് മഴയുടെ ബാഗിൽ എപ്പോഴും ഉണ്ട്. എങ്കി പിന്നെ മോനെ ആ സ്പ്രേ എടുത്ത് ഒന്ന് അടിച്ചൂടായിരുന്നോ? ഞാൻ പോയി സ്പ്രേ എടുത്തോണ്ട് ഒന്ന് അടിച്ചു, അപ്പൊ അസുഖം മാറി. എന്നെ മടിയിൽ കിടന്നിട്ടേ മഴ എന്നെ നോക്കിയൊരു ചിരിയായിരുന്നു. എന്താ രണ്ടുപേരും ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, മഴയുടെ കഥ കേട്ട് ചിരിച്ചതാ. ഇത് കഥയൊന്നും അല്ല, സത്യം വച്ചാ. അതിന് കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞില്ലല്ലോ. പോടന്ന്, ഇനി ഞാൻ കഴിക്കത്തില്ല. എന്നെ വിശ്വാസം ഇല്ലല്ലോ. ദാ മോനെ ഇതുകൂടെ കഴിക്കേ, ഇത്രയും കൂടെ ഉള്ളൂ, എന്നിട്ട് വാങ്ങിടാ നമുക്ക്. എനിക്കിനി വേണ്ട. പോവല്ലേ, ഇതുകൂടെ കഴിച്ചിട്ട് പോ. നീ കളിയാക്കിട്ടാ, അല്ലേ അവൻ ഇതുകൂടി കഴിച്ചിട്ട് പോയേനെ. ഇത്രയും കഴിച്ചില്ലേ, അവന് മതിയായി കാണുമേ. മഴയുടെ കാര്യം പറയാൻ തുടങ്ങിയ പിന്നെ അവൻ ഭക്ഷണവും കഴിക്കും, അനുസരണയുള്ള കുട്ടിയെ പോലെ ഇരിക്കുകയും ചെയ്യും. അത്രയ്ക്ക് ഇഷ്ടമാ മഴ മോളെ. ഈ മഴ ആരാണെന്ന് അമ്മയ്ക്കറിയോ? ആരാ? ഇവിടുത്തെ പുതിയ കളക്ടർ സുന്ദരിയില്ലേ, സുന്ദരിയുടെ മകളാണ് ഈ മഴ. പാവം കുട്ടി, എന്തോ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അതാ ഇൻഹേലർ അടിക്കുമ്പോൾ നോർമൽ ആവുന്നത്. മാഡം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ ജിജു? മാഡത്തിന്റെ സെക്യൂരിറ്റി കൂട്ടണമെന്ന് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യട്ടെ. ഒന്നാമത്തെ കാര്യം, എന്റെ സെക്യൂരിറ്റി കൂട്ടണമെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യേണ്ടത് ജിജോ അല്ല. രണ്ടാമത്തെ കാര്യം, എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ജിജോ സാറ് പറഞ്ഞതിലും കാര്യമുണ്ടോ മാഡം? ഈ തങ്കശ്ശേരി ക്രിസ്റ്റി എന്ന് പറയുന്നവൻ അത്ര നിസ്സാരക്കാരനല്ല, സൂക്ഷിക്കണം. അറിഞ്ഞിടത്തോളം ക്രിസ്റ്റി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തിനും മടിക്കാത്തവനാണെന്ന് കരുതി പേടിച്ചോടാൻ പറ്റില്ലല്ലോ, അല്ലേ ലത? മാഡം എന്താ പറഞ്ഞത്? ലത ഈ ലോകത്തൊന്നും അല്ലായിരുന്നോ? ഞാൻ ഹസ്ബൻഡിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. പാവം, ഇപ്പൊ ടെൻഷനായി കാണും. എന്റെ ഫോണും സ്വിച്ച് ഓഫ് ആയി. എങ്കി പിന്നെ ഹസ്ബൻഡിനെ ഒന്ന് ഇടയ്ക്ക് വിളിക്കായിരുന്നില്ലേ? നമ്പർ ഓർമ്മയില്ലേ? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഫോൺ തന്നേനല്ലോ. വിളിക്ക. വേണ്ട മാഡം, ഇനിയിപ്പോ അങ്ങ് എത്താറായല്ലോ, അത് മതി. കൂടെ വർക്ക് ചെയ്യുന്ന ആരുടെയെങ്കിലും നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് വേണം. ആ നമ്പർ സേവ് ചെയ്ത് വച്ചിട്ട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവരെ വിളിച്ച് ഓരോന്ന് അന്വേഷിക്കാൻ. അത്രയ്ക്ക് മണ്ടിയല്ല ഞാൻ. ലേറ്റ് ആയതിന് ഹസ്ബൻഡ് വഴക്ക് പറയൂ? ഏയ്, വഴക്കൊന്നും പറയില്ല. വഴക്ക് പറയുമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ലതയെ വീട്ടിലാക്കിയിട്ട് ഞാനും കൂടി ഇറങ്ങി വരാം. ഹസ്ബൻഡിനോട് ഞാൻ കാര്യം സംസാരിക്കാം, എന്താ പോരെ? അയ്യോ വേണ്ട മാഡം, ഹസ്ബൻഡ് അങ്ങനെ വഴക്കൊന്നും പറയില്ല. കാണാത്തോണ്ടും വിളിച്ചാ കിട്ടാത്തോണ്ടും ടെൻഷനാവും, അത്രേ ഉള്ളൂ. എനിക്ക് ബുദ്ധിമുട്ടാവൂന്ന് ചിന്തിച്ചിട്ടാണെങ്കിൽ വേണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ സംസാരിക്കാം. അതുകൊണ്ടല്ല മാഡം, ഹസ്ബൻഡ് അങ്ങനെ ദേഷ്യപ്പെടുന്ന ആളല്ല, ലവബിൾ ആണ്. ഈശ്വര ഭഗവാനെ, മാഡം വീടിന്റെ മുന്നിലെത്തുമ്പോ ഏട്ടൻ പുറത്തൊന്നും കാണല്ലേ. മാഡത്തിന് എങ്ങാനും കൈ കിട്ടിയ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറയും. ആണം കെടുത്തു എന്നെ. ഒരു കാരണവശാലും മാഡത്തെ ഏട്ടന്റെ കണ്ണിൽ കാണിച്ചു കൊടുക്കല്ലേ. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? നേരം കുറെ ആയല്ലോ.
എവിടെയെങ്കിലും പോയി അന്വേഷിക്കണം. ആരെങ്കിലും വിളിച്ചു ചോദിക്കാന്ന് വെച്ചാ ഒരാളുടെ നമ്പർ കയ്യിലില്ല. ഓ, ഇതിന്റെയും ചാർജ് തീരാറായോ? ഇതും കൂടി ഓഫായി പോയ പണിയാവുമല്ലോ. കുത്തിയിട്ടേക്കാം. വന്നെന്നാ തോന്നുന്നു. അങ്ങോട്ട് ചെല്ലാം. ലതേ, ഞാൻ വരണ്ടല്ലോ അകത്തേക്ക്? വേണ്ട മാഡം, മാഡം പൊയ്ക്കോളൂ. എങ്കിൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാഡം. കളക്ടറുടെ കാറാണോ പോയത്? അതേനെ, മാഡം എന്നെ ഇവിടെ കൊണ്ടാക്കിട്ടാ വീട്ടിലേക്ക് പോകുന്നത്. അതാണ് ഉത്തരവാദിത്തം. ശേ, മേഡം അതിലുണ്ടായിരുന്നു. എനിക്കൊന്ന് കാണണമായിരുന്നു. കണ്ട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് വിടത്തുള്ളായിരുന്നു ഞാൻ. ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോ മുതൽ കാറിയിരുന്ന് ഞാൻ ഒറ്റ കാര്യേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഞങ്ങളിവിടെ എത്തുമ്പോ ഏട്ടൻ വീടിന്റെ പുറത്തിവിടെ കാണല്ലേന്ന്. എന്തായാലും നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കൃത്യസമയത്താ എനിക്ക് മൊബൈൽ കുത്തിയിടാൻ തോന്നിയത്. അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് മുഴുവൻ കളക്ടർ മേഡം കേട്ടേനെ. എങ്കിൽ മാഡത്തിന്റെ മുന്നിൽ ഞാൻ നാണം കിടുകയും ചെയ്തേനെ. നിനക്ക് നാണക്കേടാണല്ലോ പ്രശ്നം. നേരെ സന്ധ്യയായപ്പോ മുതല് ഞാനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. അതിന് കൈയും കണക്കുമില്ല. അതാർക്കും അറിയണ്ടല്ലോ. ഞാൻ പറഞ്ഞതാ എവിടെയെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് വരാന്ന്. അപ്പൊ അത് വേണ്ട. ഒരു ഫോൺ ഉള്ളത് വിളിച്ചാൽ കിട്ടത്തുമില്ല. അത് സ്വിച്ച് ഓഫ് ആയതല്ലേ? അതെന്താ എന്റെ നമ്പർ നിനക്ക് കാണാതെ അറിയില്ലേ? ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? അപ്പോ അതൊന്നും അല്ല കാര്യം. ഇവിടെ ഞാനിരുന്ന് ടെൻഷൻ അടിച്ചാ അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ആയിക്കോ, എന്താന്ന് വെച്ചാ ആയിക്കോ. ഞാൻ ഒന്നിനും വരുന്നില്ല. പോരെ? മാഡം അതിങ്ങി തന്നെങ്കിൽ ഞാൻ അകത്തോണ്ട് വെച്ചേക്കാം. ജിജോയ്ക്ക് ജോലി കേരള പോലീസിലാ. കളക്ടറുടെ ഗൺമാനാ അല്ലേ? അതെ മാഡം. നമ്മൾ പറയാറില്ലേ പോലീസിലും സൈന്യത്തിലും ഒക്കെ സേവനം അനുഷ്ഠിച്ചെന്ന്. അപ്പൊ സേവിക്കേണ്ടത് നമ്മുടെ പോലീസ് സേനയാണ്, അല്ലാതെ കളക്ടറെ അല്ല. തൽക്കാലം ഒരു പച്ചക്കറി കിറ്റൊക്കെ എടുത്തോണ്ട് പോകാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. കേട്ടോ ജിജോ? ശരി മാഡം. പഴയ ചില കീഴ്വഴക്കങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് മാറ്റണം. എല്ലാം മാറണമല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ? ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാഡം. ജിജോ സാറേ, ഇതാണ് കളക്ടർ അല്ലേ? യെസ്.